മനുഷ്യന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ മദീനയിൽ ഇരിക്കുകയാണ്. മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ പ്രവാചകൻ ഇതാ സഹാബത്തോട് വിളംബരം ചെയ്യുന്നു, യാ സഹാബ, നമ്മൾ ഇതാ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ്. ശത്രു സമൂഹം ഇതാ നമ്മെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അവർ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്നു. ശത്രു സമൂഹം ഇസ്ലാമിനെ തകർക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെതിരിൽ ഇതാ രണാങ്കണത്തിലേക്ക് പുറപ്പെടാൻ വരികയാണ്. പക്ഷേ സമൂഹമേ, സ്വഭാവത്തെ, നമുക്കാണെങ്കിലോ ആയുധങ്ങളില്ല, സഞ്ചരിക്കാൻ കുതിരകളില്ല, യാത്ര ചെയ്യാൻ വാഹന സൗകര്യങ്ങളില്ല. നമ്മളാണെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിലാണ്. സ്വഭാവത്തെ, നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കുക. നിങ്ങൾ എന്താണോ ദീനിന് വേണ്ടി ചെലവഴിക്കാനുള്ളത്, നിങ്ങളുടെ വീടുകളിൽ ശേഖരിച്ചിരിക്കുന്നത് നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ കൊണ്ടുവരിക. സ്വഭാവത്തെ എന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്കും ഓടിപ്പോവുകയാ. ഉമർ റളിയല്ലാഹു അൻഹു വലിയ സന്തോഷത്തിലാണ്. അബൂബക്കറിനെ പരാജയപ്പെടുത്താനുള്ള ഒരു അവസരം നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലകളിലും അബൂബക്കറിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. എപ്പോഴെല്ലാം സമ്പത്ത് കൊടുക്കാൻ പറയുമോ അപ്പോഴെല്ലാം അബൂബക്കറിനെ പരാജയപ്പെടുത്തുകയാ. ദീനിന് വേണ്ടി ചെലവഴിക്കാൻ പറയുമ്പോഴൊക്കെയും അബൂബക്കർ മുൻപന്തിയില. ആ സമയത്ത് എന്നെ പരാജയപ്പെടുത്തുമ്പോൾ ഇപ്പോൾ അബൂബക്കറിന്റെ കൈകളിൽ ഒന്നും തന്നെയില്ല. ധനാഢ്യനായിരുന്നില്ലേ, മക്കയിലെ പ്രസിദ്ധനായ കച്ചവടക്കാരനായിരുന്നില്ലേ, ഇപ്പോൾ ഇതാ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചുകൊണ്ട് അബൂബക്കർ പരാജയപ്പെട്ടിരിക്കുകയാ. പാപ്പരായ പോലെ ജീവിതം നയിക്കുകയാ. അബൂബക്കറിന്റെ കൈകളിൽ സമ്പത്തില്ലല്ലോ, എന്റെ കൈകളിലാണെങ്കിൽ സമ്പത്ത് ഇഷ്ടം പോലെയുണ്ടല്ലോ. ഈ അവസരത്തിൽ അബൂബക്കറിനെ പരാജയപ്പെടുത്തണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ ഭവനത്തിലേക്ക് പാഴുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയൊരു ഭാണ്ഡക്കെട്ടുമായി കൊണ്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. അബൂബക്കറും കടന്നു വരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വലിയ ഭാണ്ഡക്കെട്ടുകൾ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്നു. പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുവെച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ നബിയേ, ഇത് യുദ്ധത്തിന് വേണ്ടി അങ്ങ് കുതിര വാങ്ങുവാനും ആയുധങ്ങൾ വാങ്ങുവാനും വേണ്ടി ഇതാ ഞാൻ ഹദിയ തരികയാണെന്ന് പറഞ്ഞ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സമർപ്പിക്കുമ്പോ മഹാനായ പ്രവാചകൻ ചോദിച്ചു പോയി, ഉമറേ, നിന്റെ വീട്ടിൽ ഇനി എന്താണ് ശേഷിക്കുന്നത് ഉമറേ? നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി നീ എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത് ഉമറേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ നബിയേ, ഞാനീ കൊണ്ടുവന്നിരിക്കുന്നത് പോലെ മറ്റൊരു വിഹിതം നിന്റെ വീട്ടിൽ ശേഖരിച്ചിട്ടുണ്ട്. പദവി സമ്പത്താണ് പ്രവാചകരെ അങ്ങയുടെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സ്വീകരിക്കണേ അല്ലാഹുവിന്റെ പ്രവാചകരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ കൊണ്ടുവന്ന സംഭാവന സ്വീകരിക്കുന്നു. അബൂബക്കറാണെങ്കിലോ കയ്യിൽ ചെറിയൊരു പൊടിയുമായി കൊണ്ടുവരികയാണ്. അബൂബക്കറിന്റെ പൊടി കണ്ടപ്പോൾ ഉമറിന് സന്തോഷം തോന്നി, വലിയ ആഹ്ലാദം തോന്നി. പരാജയപ്പെടാൻ കഴിഞ്ഞല്ലോ, അബൂബക്കറിനെ പരാജയപ്പെടുത്താൻ സാധിച്ചല്ലോ. ഉമറിന്റെ സന്തോഷം മലതല്ലുകയാ. മഹാനായ പ്രവാചകന്റെ അടുക്കലേക്ക് അബൂബക്കർ കൊണ്ടുവന്ന് പൊതി സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, പ്രവാചകരെ ഇത് സ്വീകരിക്കണേ, അല്ലാഹുവിന്റെ റസൂലേ ഇത് സ്വീകരിക്കണേ. റസൂലുള്ളാഹി തങ്ങൾ സ്വീകരിക്കുന്നു. അബൂബക്കറിനോട് ചോദിച്ചു, അബൂബക്കറേ, നീ എന്താണ് ശേഷിപ്പിച്ചിട്ടുള്ളത്? നിന്റെ വീട്ടിൽ എന്താണ് ശേഷിപ്പിച്ചിട്ടുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ നബിയേ, എന്റെ വീട്ടിൽ ഒരു അംശം പോലുമില്ല നബിയേ. എന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ, എന്റെ മക്കൾക്ക് ചെലവഴിക്കാൻ, എന്റെ വീട്ടിൽ ഒരു പൊന്ന് പോലും, ഒരു ധാന്യം പോലും ശേഖരിക്കാതെ അല്ലാഹുവിന്റെ നബിയേ, എന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും ഇതാ അങ്ങയുടെ ഹളറത്തിലേക്ക് കൊണ്ടുവന്നിരിക്കയാ. ഇനി എന്റെ വീട്ടിൽ അല്ലാഹുവും പ്രവാചകനുമല്ലാതെ മറ്റൊരു സമ്പത്തില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട്
വലിയ പുതിയ മാസ പ്രവാചകന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മറുപടി കേട്ടുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, സാധ്യമല്ല, സാധ്യമല്ല, അബൂബക്കറിനെ പരാജയപ്പെടുത്തുക സാധ്യമല്ല. ഏത് മേഖലയിലാണ് അബൂബക്കറിനെ പരാജയപ്പെടുത്താൻ കഴിയുക? ഈമാനിന്റെ വിഷയത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല, ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല, ഇബാദത്തിന്റെ വിഷയത്തിലും പരാജയപ്പെടുത്താൻ കഴിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത് ചെറിയ പൊതിയാണെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ മതിക്കുന്ന ഏറ്റവും വലിയ പൊതിയായി തീർന്നുവെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സമ്പത്ത് കൊടുത്തുകൊണ്ട് സ്വർഗം വിലയ്ക്ക് വാങ്ങിയില്ലേ? ഇന്നല്ലാഹ അഷ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം വിലയ്ക്ക് വാങ്ങിയില്ലേ അബൂബക്കർ? ശരീരം കൊടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയില്ലേ? സമ്പത്ത് കൊടുത്തുകൊണ്ട് അബൂബക്കർ സ്വർഗം വിലയ്ക്ക് വാങ്ങിയില്ലേ? സ്വർഗത്തിലേക്കുള്ള മാർഗം അല്ലാഹു തആല ആ മഹാനവറുകൾക്ക് മുന്നിൽ തുറന്നു കൊടുത്തപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റമദാൻ മാസത്തിലെ ദാനധർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്ന, സ്വതക്കകൾ നൽകുമ്പോൾ ഇരട്ടിയായി 70,000 വർദ്ധിച്ച നിലയിൽ പ്രതിഫലം നൽകപ്പെടുന്ന, വണ്ണമറ്റ നിലയിൽ പ്രതിഫലം നൽകപ്പെടുന്ന ഈ പുണ്യമായ മാസത്തിലുണ്ടല്ലോ, നമ്മൾ സകാത്ത് കൊടുക്കാൻ തയ്യാറാവുക, പാവപ്പെട്ടവർക്ക് ധർമ്മങ്ങൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക. സ്വർഗം കൊതിക്കുന്ന നമ്മൾക്ക് അല്ലാഹു തആല സ്വർഗത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ തുറന്നു തന്നിരിക്കല്ലേ? സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ റമദാനിലാണെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ധർമ്മം കൊടുക്കുക, സമ്പത്ത് ചെലവഴിക്കുക. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന സ്വാലിഹായ കർമ്മമുണ്ടല്ലോ. നമസ്കാരം മാത്രം പോരാ, പരിശുദ്ധ റമദാനിന്റെ വ്രതാനുഷ്ഠാനം മാത്രം പോരാ, സകാത്ത് കൊടുക്കുന്നതും മാത്രം പോരാ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ സൽക്കർമ്മങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്ന വസ്തുക്കൾ എന്തൊക്കെയാ? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു പറയുകയാണ്, ഫമൻ കാന യർജു ലിഖാറബി ഫൽയഅമൽ അമലൻ സാലിഹാ. ഫമൻ കാന യർജു